ശ്രീ എം രാജഗോപാലൻ, അങ്ങേക്ക് 12 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ബജറ്റിനെ പിന്തുണയ്ക്കുകയാണ്. ജനാധിപത്യം എന്നാൽ സഹിഷ്ണുതയാണ്. നമ്മെ അനുകൂലിക്കുന്നവരോട് മാത്രമല്ല, നമ്മളോട് വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുത. ഈ മഹത് വചനം ആരുടേതാണെന്ന് പ്രതിപക്ഷം ഒന്ന് ആലോചിക്കുന്നതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. ജനക്ഷേമത്തെ മുൻനിർത്തി വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കേണ്ട സർ. ഇവിടെ ഇന്ന് രാവിലെ കണ്ടത് എന്താ സർ? ഈ പ്രതിപക്ഷത്തിൻ്റെ എന്താ സർ ഈ അസുരജന്മ? യാഗം മുടക്കാൻ വന്ന അസുരന്മാരെ പോലെയാണ് ചില ഘട്ടത്തിൽ പ്രതിപക്ഷം ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ഏതാണ്ട് 87,000 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള കിഫ്ബി പദ്ധതിയാണ് കേരളത്തിൽ തുടക്കമിട്ടത്. സമഗ്രമായ വികസന പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ കിഫ്ബി എന്ന കുഞ്ഞിനെ കൊല്ലാൻ വന്ന അഭിനവ കംസന്മാരായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടത് സർ. റോഡും പാലവും എല്ലാം വാങ്ങിപ്പോയി തിരിച്ചു വരുന്നത് ഭസ്മാസുരന്മാരെ പോലെയാണ്. ആ രീതിയിലൊരു പ്രതികരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കിഫ്ബിയെക്കുറിച്ച് കുറേയും കൂടി സമഗ്രമായി പഠിക്കണമെങ്കിൽ മുൻ ധനകാര്യമന്ത്രി എഴുതിയൊരു പുസ്തകമുണ്ട് സർ, നാടിൻ്റെ വികസന കുതിപ്പിന് കിഫ്ബി. ഇതിൻ്റെ കോപ്പി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും പ്രിയപ്പെട്ട റോജിക്കൊക്കെ തന്നെ നന്നായി വായിച്ച് പഠിക്കാവുന്നതാണ്. സർ, ഞാൻ ബജറ്റിലേക്ക് വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ പ്രതിരോധിക്കുന്ന ബദലുകളുടെ ബജറ്റാണ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് അഭിമാനപൂർവ്വം ഈ സഭയ്ക്ക് പറയാൻ വേണ്ടി കഴിയും സർ. ധനകാര്യമന്ത്രി സമഗ്രമായ വീക്ഷണത്തോടുകൂടി ഈ ബജറ്റ് കാലോചിതമാണ്, അല്ല ഒരുപടി മുന്നിലാണ്. വരുന്ന 25 വർഷത്തിനും അപ്പുറമുള്ള കേരളത്തെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. വൈജ്ഞാനിക സമൂഹത്തിൽ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തെയും പുതിയ സമൂഹത്തെയും പുതിയ തലമുറയെയും എങ്ങനെ ഉൾക്കൊള്ളാം, അതിന് സഹായകരമായിട്ടുള്ള വളരെ കൃത്യമായ ഭാവന പദ്ധതികളോടെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഈ ബഡ്ജറ്റ് വികസന കാഴ്ചപ്പാടിലെ സമഗ്രതയാണ് സർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വികസന കാഴ്ചപ്പാടിലെ സമഗ്രതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനമെന്ന ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിന് അത് അടിവരയിടുകയാണ്. അതുപോലെ തന്നെ ദീർഘവീക്ഷണമാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. അതാണ് സർ നവകേരള കാഴ്ചപ്പാട്. പ്രമുഖ ചിന്തകൻ റോബിൻ ജെഫ്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് കേരളം നിരവധി വിദഗ്ധരുടെയും നയരൂപീകരണകർത്താക്കളുടെയും ആകർഷകമായ ഒരു വിഷയമായി മാറുകയാണ് സർ. രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറി. കേരളത്തിലെ ബഹുമുഖ ദരിദ്രരുടെ എണ്ണം 0.55% കുറഞ്ഞു. ഭൂപരിഷ്കരണം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അധികാര വികേന്ദ്രീകരണം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി, പൊതുവിതരണ സമ്പ്രദായം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ ദാരിദ്ര്യത്തോത് കുറയ്ക്കുന്നതിൽ പങ്കുവഹിക്കാൻ ഇവയ്ക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർ. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതിദരിദ്ര നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്ത് 44,539 കുടുംബത്തിന് മോചനം ലഭ്യമായി എന്നുള്ളതാണ് സർ. സർ, കേരളത്തിൽ ഈ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, കേരളം പിന്നോക്കാവസ്ഥ തെളിയിച്ചിട്ട് വരൂ എന്ന് അതുപോലെ തന്നെ പുലമ്പലുകൾ അവസാനിപ്പിക്കൂ എന്നെല്ലാമുള്ള കേന്ദ്രമന്ത്രിമാരുടെ ജൽപ്പനങ്ങൾക്കിടയിലാണ്, അസമന്ത വർത്തമാനങ്ങളുടെ കാലത്താണ് ഇവിടെ ഈ ഗവൺമെൻറ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റിൽ ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് പുതുതലമുറ വികസന വെല്ലുവിളികളെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നതിൽ ഈ കേരള ബജറ്റ് വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് സർ. തീവ്ര കാലാവസ്ഥാ വെല്ലുവിളികൾ, പ്രായം ചെന്നവർ കൂടുകയും തൊഴിൽ പ്രായത്തിലുള്ളവർ കുറയുകയും ചെയ്യുന്ന ജനസംഖ്യാ മാറ്റം, അതുണ്ടാക്കുന്ന ക്ഷേമാവശ്യങ്ങൾ, പുറത്തേക്കും അകത്തേക്കുമുള്ള കുടിയേറ്റം, വർദ്ധിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങി കേരളത്തിൻ്റെ വ്യത്യസ്തമായ വികസന വെല്ലുവിളികളെ ഈ ബജറ്റ് തുറന്നു വ്യക്തമാക്കുകയും പ്രായോഗികവും നൂതനവുമായ ഇടപെടലുകൾ നടത്താനാണ് സാർ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഉപരോധവുമായി മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാർ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റുമായി മുന്നോട്ട് പോവുകയാണ്. റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 21-22 2.25% റവന്യൂ കമ്മി 23-24 1.68% കുറക്കാൻ കഴിഞ്ഞു. ഇത് വലിയ നേട്ടമായിട്ടാണ് സർ കാണുന്നത്. ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ കടം GSDP അനുപാതം കുറഞ്ഞു. കേരളം കടം കയറി മുടിഞ്ഞു എന്നാണ് പ്രതിപക്ഷം പലപ്പോഴും ആരോപിക്കുന്നത്. എന്നാൽ
സംസ്ഥാനത്തിൻ്റെ കടം GSDP അനുപാതം ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. നികുതി വരുമാനം കൂടി സർ, തനത് വരുമാനം കൂടി സർ. കേന്ദ്രം ഉപരോധ സമാനമായിട്ടുള്ള സാമ്പത്തിക വിവേചനം തുടർന്നപ്പോഴും കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കേന്ദ്ര വിഹിതം 3.88% 1.92% കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ കേരളത്തിൻ്റെ നേട്ടങ്ങൾ എന്നുള്ളത് അതീവ ശ്രദ്ധയാകർഷിക്കുന്നതാണ് സർ. സർ, ജനക്ഷേമകരവും വികസനോന്മുഖമായിട്ടൊരു ബജറ്റുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബജറ്റിലെ ജനവിരുദ്ധത ജനദ്രോഹപരമായിട്ടുള്ള നിലപാടായിരുന്നു. കേന്ദ്രം അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്ന വാക്കേയില്ല. വയനാടിനും വിഴിഞ്ഞത്തിനും സഹായമില്ല, എയിംസ് ഇല്ല, പ്രത്യേക സാമ്പത്തിക പാക്കേജില്ല, സ്വകാര്യവൽക്കരണത്തിന് മുൻഗണന. 25 ലക്ഷം കോടി സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ കേരളത്തിന് 40,000 കോടി പോലുമില്ല സർ. എന്നാൽ പൊയ്ക്കാൽ സംസ്ഥാനങ്ങൾക്ക് നല്ല ആനുകൂല്യമാണ്. ബീഹാറിൻ്റെയും ആന്ധ്രയുടെയും പൊയ്ക്കാലിലാണ് ഇന്ന് കേന്ദ്രഭരണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബീഹാറിന് നല്ലവണ്ണം അനുവദിച്ചു കൊടുക്കാൻ, വാരിക്കോരി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. അതുപോലെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇൻഷുറൻസ് മേഖല 100% വിദേശ നിക്ഷേപം, ഊർജ്ജ മേഖല സ്വകാര്യവൽക്കരണം, 5 വർഷം കൊണ്ട് 10 ലക്ഷം കോടിയുടെ പൊതുവാസ്തി വിൽക്കും. എല്ലായിടത്തും ഇപ്പോൾ ഫോർ സെയിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് സർ. സമ്പന്നർക്ക് നികുതി ഇളവ്, സാധാരണക്കാർക്ക് നികുതി ഭാരം. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ ക്ഷേമ പദ്ധതി എന്നിവയുടെ എല്ലാം വിഹിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർ. പാർശ്വവൽക്കരിക്കപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള തുക വെക്കാൻ പോലും കേന്ദ്ര സർക്കാർ കൂട്ടാക്കിയില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് മരണമണിയാണ് സർ മുഴങ്ങുന്നത്. വലിയ പ്രതീക്ഷയോടെ ഒന്നാം UPA ഗവൺമെൻറ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിൻബലത്തോടെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ഭൗതിക ജീവന നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകിയത്. ആ പദ്ധതിയാണ് സർ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികൾ കേന്ദ്രം അവിടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ആ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിലോ സംസ്ഥാനം കാശ് ചെലവഴിക്കണം, ആ ധനവിനിയോഗം സംസ്ഥാനം നടത്തണം. അങ്ങനെയാണ് സർ പുതിയ പല രീതികളും ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ റബ്ബറിൻ്റെ കാര്യത്തിൽ ഇറക്കുമതി നിയന്ത്രിക്കുന്ന പരിപാടിയേ ഇല്ല. കാർഷിക സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയാണ്. മലയോര യാത്ര നടത്തിയവരൊന്നും തന്നെ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ച് കാണുന്നില്ല സർ. എവിടെയും കണ്ടില്ല. ഫെഡറൽ സംവിധാനത്തിനെ തകർക്കുന്ന, രാജ്യത്തിൻ്റെ അഖണ്ഡതയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ വികസനത്തെ എങ്ങനെ തടയാമെന്ന് ആലോചിക്കുകയാണ് സർ ഒരു ബഡ്ജറ്റിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മോഡി ഗവൺമെൻറ് ഇവിടെ ചെയ്തത്. സർ, ഇവിടെ ബഡ്ജറ്റ് ഒരു ഇലക്ഷൻ്റെ പ്രകടന പത്രികയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേത്. കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ജനദ്രോഹ നയങ്ങളെല്ലാം കാണുമ്പോൾ അത്യന്തം അപകടകരമായ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, എവിടെ നിർഭയമാകുന്നു മാനസം അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലിയിലൂടെ ഉദ്ബോധനം ചെയ്തിട്ടുള്ള ശ്രദ്ധേയമായ വരികളാണ് സർ. അടിമത്തത്തിൽ നിന്നും ഒരു നാടുണർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ശിരസ്സുയർത്തിപ്പിടിച്ച് നടന്നു കയറാൻ ഒരു ജനതയെ, ഒരു രാജ്യത്തെ പ്രാപ്തമാക്കിയിട്ടുള്ള വാക്കുകളായിരുന്നു സർ അത്. വർത്തമാനകാല ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ ഇരുണ്ട ഗുഹാമുഖങ്ങളിലേക്ക് ആട്ടിൻപറ്റങ്ങളെപ്പോലെ നാം നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം, അടിമസമാനമായ ജീവിത സാഹചര്യം, രാജ്യം ഫാസിസത്തിൻ്റെ വലിയ ഭീഷണിയിൽ നിന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ് സർ. ഈ ഘട്ടത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ സന്ദേശം വളരെ പ്രസക്തമാണ് സർ. എന്നാൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചതിയൻ ചന്തുവിൻ്റെ പിന്മുറക്കാരായി കോൺഗ്രസ് മാറിയില്ലേ സർ? അതാണ് നാം ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ കണ്ടത്. യുദ്ധമുഖത്ത് പിന്നിൽ നിന്ന് കുത്തിയവരുടെ ചരിത്രമുണ്ട് സർ. ചരിത്രത്തിലും പുരാണങ്ങളിലും അമേരിക്കൻ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്ത ബെനഡിക്ട് ആർണോൾഡ്, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത VD സവർക്കർ, സീസറിനെ കുത്തിവീഴ്ത്തിയ ബ്രൂട്ടസ്, എതിരാളിയോട് അടരാടുമ്പോൾ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ, ഇനിയുമുണ്ടേറെ പേരുകൾ. സർ, എൻ്റെ 2 കണ്ണ് പോയാലും നിന്റെ 1 കണ്ണ് പോയല്ലോ. ഇതാണ് സർ കോൺഗ്രസിൻ്റെ നിലപാട്. ആം ആദ്മി പാർട്ടി തോറ്റല്ലോ എന്നാണ്. കോൺഗ്രസ് 70 സീറ്റും മത്സരിച്ച് തോറ്റത് വിഷയമല്ല. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി രാവിലെ പറഞ്ഞത്, മകൻ ചത്താലും മരുമകളുടെ കണ്ണീർ. ആ നിലപാടല്ല സർ നിങ്ങൾ സ്വീകരിച്ചത്. ഇത് ഒരു ഡൽഹി ഇലക്ഷൻ മാത്രം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP തേരോട്ടം നടത്തിയപ്പോഴും രാജ്യതലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ കാവിക്കൊടി പാറാൻ അനുവദിച്ചില്ല അവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. ഒരു ഘട്ടത്തിൽ
ഡൽഹി കാവിക്കൊടിക്ക് കീഴ്പ്പെട്ടിരുന്നില്ല. BJPയുടെ കണ്ണിലെ കരടായ കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും തോൽപ്പിക്കാൻ നിങ്ങളും കോൺഗ്രസും ചതിക്കുഴി ഒരുക്കുകയായിരുന്നു. ഇന്ത്യ പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലപാടെന്തായിരുന്നു? ആ നിലപാട് ആവർത്തിക്കുകയായിരുന്നില്ലേ? 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്റെ നീക്കം ഭായി ചങ്ങാതി മാത്രമല്ല, മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. വർഗീയവാദികൾക്ക് തലസ്ഥാനത്ത് അഴിഞ്ഞാടാനുള്ള കളമൊരുക്കുന്ന നികൃഷ്ടമായ സമീപനമാണ് സർ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റാണ് സർ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഡൽഹിയിൽ മാത്രമാണോ? ഹരിയാന ഇലക്ഷൻ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? എന്നിവിടങ്ങളിലെല്ലാം മതനിരപേക്ഷ കൂട്ടായ്മക്ക് കേവല മതേതരവാദികളാണെന്നും മതേതര നിലപാടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര കൂട്ടായ്മക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി സംവിധാനത്തെയാണ് സർ നമ്മൾ കണ്ടത്. പിന്നെ ബീഹാറിൽ പിടിച്ചു വാങ്ങിയ സീറ്റെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു സർ. ചുരുക്കത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് വിശ്വസിക്കാനാകാത്ത ഒരു കൂട്ടുകക്ഷിയായി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുകയാണ് സർ. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ബജറ്റിനോടെല്ലാം തന്നെ മാധ്യമങ്ങളോടുള്ള നിലപാടെന്താ സർ? കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചോ ഒരു പത്രം എഴുതി വരുമാനന്തം, ദാതായ മധുരം, ലക്ഷ്മി കടാക്ഷം. എന്നാൽ കേരളത്തിലെ ജനക്ഷേമ ബഡ്ജറ്റ്, വികസനോന്മുഖമായ ബഡ്ജറ്റ് അവതരിപ്പിച്ചോ അതപ്പോൾ ജിംഭൂമ്പ അല്ലേ? എവിടെയാ വസ്തുതയ്ക്ക് നിരക്കാത്ത പ്രഖ്യാപനങ്ങളല്ലേ, സമീപനങ്ങളല്ലേ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്? അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഒരു കാശ് പോലും നീക്കിവെക്കാത്ത കേന്ദ്ര സർക്കാർ ഈ ചില മാധ്യമങ്ങൾക്ക് പരിഭവമേ ഇല്ല. കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലൂടെ ശ്വാസം മുട്ടിക്കുന്നതിലും ഇത്തരം മാധ്യമങ്ങൾക്ക് പരാതിയേ ഇല്ല. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇടപെടലുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ ഇകഴ്ത്തിക്കാണിക്കുന്നുള്ള മാധ്യമങ്ങളുടെ നിലപാട് അവർ അതിൽ നിന്ന് പിന്തിരിയണം സർ. കാസർഗോഡ് വികസന പാക്കേജുമായി ബന്ധപ്പെട്ട് തുക വർദ്ധിപ്പിക്കണമെന്ന ഒരാവശ്യമാണ് സർ ഇവിടെ ഉന്നയിക്കാനുള്ളത്. കാരണം കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിന് ഏറെ പ്രയോജനകരമാകുന്നതാണ് KDP, കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജ്. ഈ പദ്ധതിയിൽ തുക വർദ്ധിപ്പിക്കാൻ തയ്യാറാണ് സർ. കള്ളുചത്ത് വ്യവസായത്തെ സംരക്ഷിക്കാൻ സന്നദ്ധമായിട്ടുള്ള സർക്കാരാണ് സർ LDF സർക്കാർ. ടോഡി ബോർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നമ്മൾ പോയി. പക്ഷേ അതിന്റെ തുടർ പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല സർ. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും മെച്ചപ്പെടുത്താനും കഴിയണം സർ. അതുപോലെ ചീമേനി വ്യവസായ പാർക്ക് കഴിഞ്ഞ 2 ബജറ്റുകളിലായി 20% തുക നീക്കിവെച്ചൊരു പദ്ധതിയാണ് സർ. നിരവധി യോഗങ്ങൾ നടന്നു, നിരവധി ചർച്ചകൾ നടത്തി. പക്ഷേ ഇന്നും സ്വപ്ന സാക്ഷാത്കാരം നടന്നിട്ടില്ല. ആ പാർക്ക്, ചീമേനി വ്യവസായ പാർക്ക് പ്രാബല്യത്തിൽ വരുത്താൻ അടിയന്തരമായുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.